ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും കൂടെ സോയാബീൻ റോസ്റ്റും കേട്ടോ. സോയാബീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചപ്പാത്തിക്കുള്ള മാവൊന്ന് പരിവാകുമ്പോഴത്തേക്കും വേഗം ഒന്ന് മുറ്റടിച്ച് വാരി വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ മുറ്റടിച്ച് വരലെല്ലാം കഴിഞ്ഞ് കയ്യോടെ തന്നെ ചപ്പെല്ലാം കോരിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുറ്റടിക്കലെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് കഞ്ഞിക്കുള്ള അരി അടുപ്പത്ത് ഇടുന്നുണ്ട്. മോൾക്ക് ചപ്പാത്തി വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട്, ചപ്പാത്തി കഴിക്കുമ്പോൾ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് മോൾക്കാണ് കഞ്ഞി വയ്ക്കുന്നത്. പൊടിയരിക്കഞ്ഞിയാണ് കേട്ടോ വയ്ക്കുന്നത്. അതിനുശേഷം വേഗം തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്ത് നല്ലപോലെ ബോൾസ് ആക്കിയിട്ട് ആദ്യം തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പരത്തി എടുക്കാൻ എളുപ്പമാകുമല്ലോ. ഒന്നാമത് മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചപ്പാത്തി പരത്തി എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ വേഗം തന്നെ ബോൾസ് ആക്കി വെച്ച ശേഷം ചപ്പാത്തി വേഗം പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പരത്തലെല്ലാം കഴിഞ്ഞാൽ പിന്നെ ചുട്ടെടുക്കാൻ വേഗം എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനെ പരത്തലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതാ പാൻ അടുപ്പത്ത് വെച്ച് കഞ്ഞി അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ഓരോന്നായി എടുത്ത് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് ഞാൻ പറഞ്ഞല്ലോ സോയാബീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അത് കറി സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാനായില്ല. അങ്ങനെ അരി കഞ്ഞി ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുത്ത് വേഗം വേഗം ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചപ്പാത്തിക്ക് എന്തിനാ തേങ്ങ? ചപ്പാത്തിക്കുള്ള കറിയായെന്ന് പറഞ്ഞല്ലോ അല്ലേ. ചപ്പാത്തിക്കുള്ളതല്ല, നല്ല മാങ്ങ കിട്ടിയിരുന്നു. നല്ല പുളിയ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങയും തേങ്ങയും ഇഞ്ചിയും പിന്നെന്താ പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ചമ്മന്തി അരച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ തേങ്ങ എനിക്ക് പൊതുവേ ഇങ്ങനെ ചിരകി എടുക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ നല്ലോണം പൂണ്ട് ഇങ്ങ് എടുത്ത് കേട്ടോ. അതാകുമ്പോൾ ഇപ്പോഴത്തെ തേങ്ങയുടെ വിലയ്ക്ക് അങ്ങനെ പൂണ്ടെടുക്കുന്നതാണ് നല്ലത്. ചിരട്ടയിലൊന്നും ബാക്കി ഉണ്ടായില്ല. പിന്നെ നല്ല സ്മെല്ലും ഒക്കെ ഉള്ള മാങ്ങയത്. അപ്പോൾ അങ്ങനെ വേഗം മാങ്ങ ഒരെണ്ണം കഴിച്ചാൽ നല്ല പുളിയുണ്ട്. അങ്ങനെ അതും വേഗം പൂണ്ടെടുത്ത് ഉള്ളി ഇതാക്കി വെച്ച്, പിന്നെ നമ്മുടെ തന്നെ ഉമ്മാമ കുറച്ച് മുളകും തൈയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ കുറച്ച് മുളക് 3 ഉണ്ടായിരുന്നുള്ളൂ. അതും പറിച്ച് പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചമ്മന്തി ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെ ചമ്മന്തിയും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിട്ട ശേഷം തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.